പ്രീസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ചിന്തിക്കുവാനൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജെനസിസ് ചാപ്റ്റർ 10, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സുഖ്യ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹൃദ്യമായ ആലോചനകൾ കേൾക്കുവാൻ സ്വർഗമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കുവാനുള്ള ഒരു കൃപ കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11-ഉം 9-ഉം ആയിട്ട് ബന്ധമുള്ള ഒരധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം യൂഷ്വലി നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിനകത്തും വംശാവലിയാണ് പറഞ്ഞിരിക്കുന്നത്. നോഹയുടെ 3 മക്കൾ, ജലപ്രളയത്തിന് ശേഷം ജനിക്കുന്ന ജനം, ആ 3 മക്കളിലൂടെ ഭൂമിയിൽ പിറക്കുന്ന ജനം. 9-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ദൈവം നോഹയോട് പറയുന്ന വാഗ്ദത്തത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ ദൈവം നോഹയെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അധ്യായത്തെ പറയാൻ കഴിയും. എന്താണ് 9-ാം അധ്യായത്തിൽ പറഞ്ഞത്? ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, ഇല്ലേ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയാൻ പറഞ്ഞത് അക്ഷരീകമായിട്ട് സംഭവിച്ചത് കാണാൻ കഴിയുന്ന ഒരധ്യായമാണ് ഈ 10-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. 9-ഉം 10-ഉം 11-ഉം തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, 9-ാം അധ്യായത്തിൽ നമുക്ക് നോഹയുടെ വീഴ്ചയും അത് നിമിത്തം ഹാം എന്ന് പറയുന്ന നോഹയുടെ തലമുറ ശപിക്കപ്പെടുന്നതും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഹാമിൻ്റെ തലമുറയായി ഒരു നിമ്രോദിൻ്റെ ജനനം നമുക്ക് വായിക്കാൻ കഴിയും. ഭൂമിയിലെ ആദ്യ നായാട്ടുവീരൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്ന നിമ്രോദ്. Actually, he was not a hunter of animals, he was a hunter of people. മനുഷ്യരെ വേട്ടയാടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നിമ്രോദിനെ ചരിത്രം പറയുന്നത്. ഈ നിമ്രോദ് 2 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നിർമ്മിച്ചത് നമുക്ക് കാണാനായിട്ട്, വായിക്കാനായിട്ട് നമുക്ക് കഴിയും. നിനവേ പട്ടണവും ബാബേൽ പട്ടണവും. ഈ 2 പട്ടണങ്ങളും വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ഭൗതിക തലത്തിൽ വളരെയധികം പ്രസിദ്ധമായും വളരെയധികം ടെക്നോളജിയിലും മറ്റ് പല കാര്യങ്ങളിലും ഉയർന്നു നിന്ന പട്ടണങ്ങളായിരുന്നെങ്കിൽ പോലും പാപം കുത്തഴിഞ്ഞ് ഒഴുകിയ 2 പട്ടണങ്ങളായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഈ ബാബേൽ വെളിപ്പാട് പുസ്തകത്തോടു കൂടിയാണ് അവസാനിക്കുന്നതും. ബാബേൽ ഗോപുരം അടുത്ത അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ബാബേൽ ഗോപുരത്തിൻ്റെ അധപതനമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും the culture or the nature of Babel is still
കണ്ടിന്യൂയിങ്. ആ ബാബേലിൻ്റെ പാപം, ആ ബാബേലിൻ്റെ പ്രകൃതി, ആ ബാബേൽ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു 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 ലൈൻ, ലൗകിക തലത്തിലുള്ള ആ ഒരു പാപം, അത് ഇപ്പോഴും തുടരുന്നത് നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഈ ദേശം നശിച്ചു പോയല്ലോ എന്ന് പറയുന്ന വിധത്തിലുള്ള ആ ഒരു ബാബേലിൻ്റെ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ അതിനകത്ത് പോകുന്നില്ല. അപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ തുടങ്ങിയ ആ വീഴ്ചയുടെ നിമിത്തമുണ്ടായ ആ ശാപം, ആ വഴി ജനിച്ച ഈ തലമുറ, അവൻ ദൈവത്തിനെതിരെ ഉയർത്തുന്ന ഗോപുരം, അതിൻ്റെ പതനം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അതൊരു ഒരു 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 ചെയിൻ പോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് തുടങ്ങിയ ആ ഒരു കാര്യം ഒരു ഒരു ചെയിൻ പോലെ അടുത്ത അധ്യായങ്ങളിൽ തുടരുകയാണ്. ഇനി ഈ ചാപ്റ്ററിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്നത്, സാധാരണ ഒത്തിരി അധ്യായങ്ങളിൽ നമുക്ക് വംശാവലികളുണ്ട് പലയിടങ്ങളിലും. ദൈവവചനത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ പല സ്ഥലങ്ങളിലും നമുക്ക് വംശാവലികൾ കാണാൻ കഴിയും, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും. ഒന്ന് നാം ഓൾറെഡി പഠിച്ചതാണ് ഇല്ലേ, ആദം മുതലുള്ള നോഹ വരെയുള്ള ഒരു തലമുറയുടെ കണക്ക് നാം പഠിച്ചതാണ്. എന്നാൽ ഈ അധ്യായത്തെ വെറും ഒരു വംശാവലിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയത്തില്ല. ദിസ് ഈസ് കോൾഡ് ദ ടേബിൾ ഓഫ് നേഷൻസ്. ടേബിൾ ഓഫ് നേഷൻസ് എന്നാണ് ഈ അധ്യായത്തെ വേദപഠിതാക്കൾ വിളിക്കുന്നത്. അതായത് രാഷ്ട്രങ്ങളുടെ ഒരു പഠനം നമുക്കിവിടെ കാണാൻ കഴിയും. പല വിധത്തിലുള്ള ഈ ലോകത്ത് കാണപ്പെടുന്ന സകല രാഷ്ട്രങ്ങൾ ഒക്കെ ഉളവായി വന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ആരിൽ നിന്ന് ആരൊക്കെ ഉളവായി വന്നിരിക്കുന്നു എന്നുള്ളത് പഠിക്കാൻ കഴിയുന്ന ഒരധ്യായമാണ് ഈ അധ്യായം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് ഞാൻ അവസാനത്തിലേക്ക് പറയാം. എങ്കിലും ഇതൊരറിവിന്, ഈ ഭൂമിയിൽ ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും മനുഷ്യജാതി എല്ലാം നശിച്ചു പോയപ്പോൾ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ട 8 പേർ, അതിനകത്തെ 3 കുടുംബങ്ങൾ, അവരിൽ നിന്നാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ കാണുന്ന സകല രാജ്യങ്ങളും സകല ഭാഷക്കാരും സകല വംശക്കാരും എല്ലാം ഉളവായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 5-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ യാഫത്തിൻ്റെ പുത്രന്മാരുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ, കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജാതികളുടെ അടിസ്ഥാനത്തിൽ, കുലത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഓരോരോ കൂട്ടമായി മാറുന്ന ഒരു അധ്യായത്തിൻ്റെ വിവരണമാണ് ഇതിനകത്ത് നടക്കുന്നത്. നോഹയ്ക്ക് 3 മക്കൾ അല്ലേ, ഷേം, ഹാം, യാഫത്ത്. അതിനകത്ത് യാഫത്തിൻ്റെ മക്കളെക്കുറിച്ചാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബൽ, മെഷക്, തീരാസ് എന്ന് പറയുന്ന ഈ 3 മക്കളെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിനകത്ത് ഈ യാഫത്തിൻ്റെ ഈ തലമുറ, പിന്നെ ഇനിയും ഗോമറിൻ്റെ മക്കളെക്കുറിച്ച്, അവിടെ ഓരോരുത്തരുടെയും മക്കളെക്കുറിച്ച്
അവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാഫത്തിൻ്റെ ഈ തലമുറയിൽ നിന്നാണ് ഇൻഡോ യൂറോപ്യൻസ് ഉളവായി വന്നിരിക്കുന്നത്. ഇൻഡോ യൂറോപ്യൻസ്, അതായത് നാം ഉൾപ്പെടെയുള്ള ഇന്ത്യൻസ്, യൂറോപ്യൻസ്, ഇവരെല്ലാം ഉളവായി വന്നിരിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് നിന്നാണ്. ഗോമറിൽ നിന്നാണ് ഇന്ത്യൻസ് ഉളവായിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ, നമ്മുടെ വേറെ എവിടെ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ. ഗോമറിൽ നിന്ന് ജനിച്ചിരിക്കുന്ന മറ്റു രാഷ്ട്രങ്ങൾ ജർമ്മൻസ്, ഫ്രഞ്ച്, സ്പാനിഷ്, ഈ ജാതികളെല്ലാം അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങളെല്ലാം പിറന്നിരിക്കുന്നത് ഗോമറിൽ നിന്നാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന മാഗോഗ്, തൂബൽ, മേശക്, നമുക്കറിയാം മാഗോഗ് ഇവരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്ന രാഷ്ട്രമാണ് റഷ്യൻസ്. ഗോഗ് മാഗോഗ് യുദ്ധം ഒക്കെ പഠിക്കുമ്പോൾ ഇത് ഓർമ്മയിരിക്കണം. റഷ്യൻസ് അവരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നതാണ്. മാതായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ മാതായിലൂടെ ജനിച്ചിരിക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് മേദ്യരാണ്. മേദ്യർ, നാം ദാനിയേൽ പ്രവചനത്തിലേക്കൊക്കെ പോകുമ്പോൾ പഠിക്കുന്ന മേദ്യ പാഴ്സ്യ സംസ്കാരം, അതിനകത്തെ മേദ്യർ ജാഫത്തിൻ്റെ തലമുറയാണ്. ജാവാനിൽ നിന്നാണ് ഗ്രീക്കുകാരുടെ ജനനം. ഇനി 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹാമിൻ്റെ സന്തതിയാണ് കാണാൻ കഴിയുന്നത്. 2 മുതൽ 5 വരെയാണ് യാഫത്തിൻ്റെ സന്തതികളെ കാണാൻ കഴിയുന്നത്. 6-ാമത്തെ വാക്യം മുതൽ 20 വരെ ഹാമിൻ്റെ സന്തതികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂഷ്, മിസ്രൈം, പൂത്ത്, കനാൻ. അതിനകത്ത് കൂശിൽ നിന്ന് നാം കൂശ്യർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഹാമിൻ്റെ സന്തതികളിൽ നിന്നാണ് ആഫ്രിക്കൻസ് പുറത്തു വന്നത്. ജാഫത്തിൽ നിന്ന് ഇൻഡോ യൂറോപ്യൻസ്, ഹാമിൻ്റെ സന്തതികളിൽ നിന്ന് ആഫ്രിക്കൻസ്. കൂശിൻ്റെ തലമുറയിൽ നിന്നാണ് പ്രധാനമായിട്ടും 2 കൂട്ടർ നമുക്ക് കാണാൻ കഴിയുന്നത്, ബാബിലോണിയൻസും എത്യോപ്യൻസും. ബാബിലോണിയൻ സംസ്കാരത്തിലുള്ളവർ, എത്യോപ്യൻസ്, ലിബിയ പ്രദേശങ്ങളിലുള്ളവർ ഒക്കെ ഈ കൂട്ടരാണ്. ഇതിനകത്തു നിന്നുള്ള ഒരു മനുഷ്യനാണ് കുറേനക്കാരനായ ശിമോൻ. കുറേനയിലെ ലിബിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ശിമോനെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഓർത്തു നോക്കിക്കേ, ശപിക്കപ്പെട്ട ഹാമിൻ്റെ സന്തതി തലമുറയിൽ നിന്ന് ഒരുവൻ കുരിശിൻ്റെ ചുവട് താങ്ങിയപ്പോൾ അവൻ്റെ തലമുറ കർത്താവിൽ പ്രസിദ്ധരായി മാറി. ഹല്ലേലൂയ. പിന്നീട് മിസ്രൈം, പൂത്ത് ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഈജിപ്ഷ്യൻസ് അവരിൽ നിന്ന് പുറത്തു വന്നവരാണ്. കനാൻ നമുക്കറിയാം, കനാന്യർ, കനനൈറ്റ്സ് അവരിൽ നിന്ന് ഉള്ളവരാണ്. ഇനി ഷേമിൻ്റെ സന്തതി പരമ്പര. ഷേമിൻ്റെ സന്തതി പരമ്പര 21 മുതൽ 31 വരെയുള്ള
വാക്യങ്ങളാണ്. ഷേമിൻ്റെ സന്തതിയായി നമുക്ക് കാണാൻ കഴിയുന്നത് മിഡിൽ ഈസ്റ്റ് ഏരിയയിലുള്ള നേഷൻസ്, മിഡിൽ ഈസ്റ്റ് മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ കാണുന്ന ജനങ്ങളുടെ ഉറവിടം ഷേമിൽ നിന്നാണ്. 21-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ വായിക്കുന്നു, ഏബരിൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിൻ്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം. അപ്പോൾ ഏലാമിൽ നിന്ന് ജനിച്ചവരാണ് പേർഷ്യൻസ്. പേർഷ്യക്കാർ ഏലാമിൽ നിന്ന് ജനിച്ചവരാണ്. അശൂറിൽ നിന്ന് ജനിച്ചവരാണ് അശൂര്യർ, അസിറിയൻസ്. ലൂദിൽ നിന്ന് ഏഷ്യ മൈനറിൽ കാണപ്പെട്ട ലിഡിയൻസ് ലൂദിൽ നിന്ന് ജനിച്ചു. ആരാമിൽ നിന്നുള്ള വ്യക്തി ജീവിതങ്ങളാണ് അല്ലെങ്കിൽ തലമുറയാണ് സിറിയൻസ്, സിറിയാക്കാർ. ഇനി അർപ്പക്ഷാദിൽ നിന്ന് ജനിച്ച വ്യക്തികളാണ് ഹീബ്രൂസ്, എബ്രായർ, അബ്രഹാമിൻ്റെ തലമുറ. നാം 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നു, ഷേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. സ്തോത്രം. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഈ 3 മക്കളുടെ കൂട്ടത്തിൽ ഷേമിൻ്റെ ദൈവമായ യഹോവ അവിടെ തന്നെ അബ്രഹാമിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിനും അബ്രഹാം ജനിക്കുന്നതിനും കാലങ്ങൾക്ക് മുമ്പ് അവൻ്റെ വല്യപ്പനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് നമുക്കവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് 2 പേരുടെയും സന്തതികളെ, ഷേമിൻ്റെ ഒരുവനെ, ജാസ്പത്തിൻ്റെ സന്തതി ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കുമെന്നും കനാൻ അല്ലെങ്കിൽ ഹാമിൻ്റെ സന്തതികൾ ശാപഗ്രസ്തരായി തീരും, ഇവരെ ഭരിക്കേണ്ടവരാണെന്നുമൊക്കെയുള്ള ഒരു കാര്യമാണ് അവിടെ പരിശുദ്ധാത്മാവ് നോഹയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒരു കാര്യം ഓർക്കുക, കൃപ കണ്ടെത്തിയ നോഹ ആ വിധത്തിലൊരു വീഴ്ച വന്നുപോയി, തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വീഴ്ച വന്നുപോയി. എന്നിട്ടും താൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം തനിക്ക് മനസ്സിലായപ്പോൾ, നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, എഴുന്നേറ്റിരുന്ന് ചുമ്മാതെ പറഞ്ഞ ഒരു കാര്യമല്ല ഇത്. ഒരു പ്രവചനത്തിൻ്റെ നിലവാരത്തിലേക്ക് പെട്ടെന്ന് കയറിപ്പോയതല്ല താൻ. അങ്ങനെ കയറിപ്പോകാൻ കഴിയുമോ? പാപം ചെയ്ത് വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അങ്ങനെ എഴുന്നേറ്റ് വന്നിരുന്ന് പെട്ടെന്നൊരു പ്രവചനം പറഞ്ഞതാകുമോ? അല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും താൻ പശ്ചാത്തപിച്ച് കാണും. തനിക്ക് പറ്റിയ ആ ഒരു വലിയ അബദ്ധം, തൻ്റെ ആ വീഴ്ചയിൽ താൻ ദൈവത്തോട് കരഞ്ഞു കാണും. ദൈവമേ, എന്നെ ആ കൃപയിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ, എൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നുപോയി എന്ന് പറഞ്ഞ് മടങ്ങി വന്ന് കാണുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആ ലഹരി വിട്ട് ഉണർന്ന ഉടനെ തനിക്ക് പറ്റിയ ആ വലിയ വീഴ്ചയ്ക്കകത്ത് കിടക്കാതെ അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് ദൈവത്തോട് അടുത്ത് ചെന്ന നോഹയെ പ്രവാചക ശബ്ദത്തോടുകൂടി നിൽക്കുവാൻ ദൈവം വീണ്ടും സഹായിച്ചു. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു, ആർക്ക് വേണമെങ്കിലും വീഴ്ച വരാം. എത്ര വലിയ കൃപ കണ്ടെത്തിയ വ്യക്തിയാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ വീഴ്ച വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീണുപോയി എന്ന് വിചാരിച്ച് ആ വീഴ്ചയ്ക്കകത്ത് കിടക്കാതെ എഴുന്നേൽക്കാൻ നാം തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയോട് അടുത്തിയെല്ലാൻ നാം തയ്യാറാണെങ്കിൽ,
ചേർന്ന് നിൽക്കാൻ നാം വീണ്ടും തയ്യാറാണെങ്കിൽ, പശ്ചാത്തപിക്കാൻ നാം തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഹല്ലേലൂയ സ്തോത്രം, നമ്മെ ആ കൃപയ്ക്കകത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ആ ഒരു പ്രവാചക എന്നുള്ള നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്ന, നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നുള്ളത് ഈ വിഷയത്തിലൂടെ നാം ഓർക്കുമ്പോൾ നമുക്ക് ധൈര്യം പകരുന്ന ഒരു കാര്യമാണ്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്. എങ്കിലും ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു പോയാൽ ഹല്ലേലൂയ സ്തോത്രം, ആ വീഴ്ചയിൽ ആയുസ് അവസാനിക്കരുത്. ജീവിതത്തിൽ ഒരബദ്ധം സംഭവിച്ചാൽ, ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ തുടരരുത്. ആ തെറ്റിൽ അങ്ങനെ തുടർന്ന് ആയുസ് അവസാനിച്ചു പോകുവാൻ ഇടയാകരുത്. സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ പാപത്തിൽ തുടർന്നോ പാപത്തിൽ വീണോ, ഇനി ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് സ്വയം ബുദ്ധിയിലൂടെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനല്ല. ഒരിക്കൽ കൃപ കണ്ടെത്തിയവരാണെങ്കിൽ പിന്മാറിപ്പോയാൽ മടങ്ങി വരാനുള്ള ഒരു ആക്സസ് ഉണ്ട്. എപ്പോൾ മടങ്ങി വന്നാലും അങ്കിയുമായി, മോതിരവുമായി, ചെരുപ്പുമായി ഒക്കെ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് എന്നുള്ള ഒരറിവ് നന്നായിരിക്കും എന്നുള്ള ഒരറിവ്. സ്തോത്രം. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാനോ എനിക്ക് കൂട്ടായി തന്ന വ്യക്തിയോ എൻ്റെ തലമുറകളോ എൻ്റെ അറിവിലോ പരിചയത്തിലോ ഒക്കെയുള്ള ഹല്ലേലൂയ സ്തോത്രം ജീവിതങ്ങളോ എൻ്റെ ആത്മീക സന്തതികളോ ആരെങ്കിലും എപ്പോഴെങ്കിലും വീണുപോയാൽ ആ വീഴ്ചയിൽ കിടന്നു പോകാൻ അനുവദിക്കാതെ അവരെ ഹല്ലേലൂയ സ്തോത്രം ആ കൃപയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മനസ്സ് ഹല്ലേലൂയ അവർക്ക് നൽകുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ, നോഹ ആ വീഴ്ച സംഭവിച്ചു എങ്കിൽ പോലും restoration is happening. Restoration of his personal life, restoration of his relationship with God, restoration of his ministry എല്ലാം നടക്കുകയാണ്. ശുശ്രൂഷയുടെ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ, തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ റെസ്റ്റോറേഷൻ നാം ഇപ്പോൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതം ഇതുപോലെ ഒരു വീഴ്ച വന്നുപോയി, ഒരബദ്ധം സംഭവിച്ചു. ഇവിടെ ഓർക്കുക, നോഹ തന്നെ കൃഷി ചെയ്ത് നട്ടുണ്ടാക്കിയ തോട്ടത്തിനകത്തുനിന്ന് വന്ന ഒരു ഫലം അതനുഭവിച്ചാണ് താൻ ഈ വീഴ്ച വന്നിരിക്കുന്നത്. ഒന്നുമില്ലായ്മയുടെ നടുവിൽ, തരിശു ഭൂമിയായിട്ട് കിടന്നതിൻ്റെ നടുവിൽ ജലപ്രളയം കൊണ്ട് ഏകദേശം 1 വർഷത്തോളം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന ആ ഭൂമി, ആ മണ്ണ് ഒന്നിനും പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ മണ്ണിലേക്ക് നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കാതെ അതിനകത്ത് അധ്വാനിക്കുവാൻ തയ്യാറായ, ഞാൻ വിശ്വസിക്കുന്നു വെറുതെ മുന്തിരി നടുക മാത്രമായിരിക്കില്ല, താൻ അതിൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും, ഇത് വളരുവാൻ വേണ്ടി ഹല്ലേലൂയ അത്യധ്വാനം ചെയ്ത് കാണും. അങ്ങനെയൊക്കെ കൈകൊണ്ട് അധ്വാനിച്ച്, ആത്മാവ് കൊണ്ട് അധ്വാനിച്ച്, പ്രാർത്ഥിച്ച് ഒക്കെ ഉളവായി വന്ന ഒരുപക്ഷെ ഒരു സംഘടനയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പണിതെടുത്ത് വന്ന ഒരു കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നുപോയിട്ട്
ആ പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ വളരെ അത്യധ്വാനം ചെയ്ത് പിടിച്ചു കയറി വന്നതായിരിക്കാം. അതിൻ്റെ ഒരു ഫലം നിമിത്തം ഹല്ലേലൂയ, അതിനകത്തു നിന്നുളവായ ഒരു നന്മ നിമിത്തം ഹല്ലേലൂയ, ഒരു വീഴ്ചയിലേക്കോ, അത് നമ്മളെ ഒരു പാപത്തിലേക്കോ, അത് നമ്മളെ ഒരു പിന്മാറ്റത്തിലേക്കോ, അത് നമ്മളെ ഒരു നിഗളത്തിലേക്കോ ഹല്ലേലൂയ സ്തോത്രം, അത് നിമിത്തമുള്ള ഒരു അനുഗ്രഹം നിമിത്തം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു അനുഭവത്തിലേക്കോ ഒക്കെ വന്നവരുണ്ട് എങ്കിൽ നമുക്കറിയാം ഹല്ലേലൂയ, ധാരാളം സമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു കൊണ്ടിരുന്ന വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ, ശുശ്രൂഷയുടെ തിരക്ക് വർദ്ധിച്ചിട്ട് ഹല്ലേലൂയ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയവർ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ചില സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കോടി നടക്കുകയാണ്. അവർക്ക് ദൈവവുമായിട്ട് ബന്ധം പുലർത്താനായിട്ട് കഴിയുന്നില്ല. പേരിന് എന്തൊക്കെയോ ചെയ്തങ്ങ് പോവുകയാണ്. ആ വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ വീണുപോയി ഇതിൻ്റെ ആ ഫലം കൊണ്ട് മത്തുപിടിച്ചിരിക്കുന്നവർ, ചിലരുടെ തലയിലേക്ക് ഇതങ്ങ് കയറി, ഈ ശുശ്രൂഷ അങ്ങ് കയറി, ഇപ്പൊ പ്രാർത്ഥനാ ജീവിതമില്ല, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് കയറി, ഇപ്പോൾ ഇതിന് സമയമില്ല. വളരെ പ്രാർത്ഥിച്ച് മക്കളില്ലാതിരുന്നു, വളരെ പ്രാർത്ഥിച്ച് ദൈവം മക്കളെ കൊടുത്തു. ഇപ്പോൾ മക്കൾ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി അധ്വാനിക്കണം, അവർക്ക് വേണ്ടി സമ്പാദിക്കണം, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. അവരില്ലാതിരുന്നപ്പോൾ ദൈവവുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം ഇപ്പോൾ ഇല്ല. എന്തെങ്കിലും നമുക്ക് ദൈവം തന്ന ഈ അനുഗ്രഹത്തിനകത്ത് നിന്ന് ഉളവായി വന്ന ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും ഒരു കാര്യം നമ്മെയോ നമ്മുടെ തലമുറയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ പിന്മാറ്റത്തിലേക്കോ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരവസ്ഥയിലേക്കോ നമ്മെ കൊണ്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ നഗ്നത വെളിവാക്കുന്ന വിധത്തിൽ അപമാനകരമായ ഹല്ലേലൂയ ഒരവസ്ഥയിലേക്ക് നാം വീണുപോയിട്ടുണ്ട് എങ്കിലും ഹല്ലേലൂയ ആ ലഹരി വിട്ടുണരുവാനുള്ള ഒരു ദൈവകൃപ, ആ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വീണ്ടും വീഞ്ഞു കുടിക്കാൻ പോവുകയല്ല, വീണ്ടും ആത്മാവിലാകാനുള്ള ഒരു ദൈവകൃപ. നോഹ വീണ്ടും ഹല്ലേലൂയ വീഞ്ഞു കുടിച്ച് മത്തനാവുകയായിരുന്നില്ല. അവൻ്റെ വായിൽ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, പ്രവചന ശബ്ദമാണ് അവൻ്റെ അധരത്തിലൂടെ പുറത്തു വന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങനെ ജീവിതം അവസാനിക്കുകയല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പണ്ട് നോഹ പ്രവചിച്ചതായി നാം കേൾക്കുന്നില്ല. ഇതിനു മുമ്പ് നോഹ ദൈവത്തിൽ നിന്ന് കൃപ കണ്ടെത്തുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തെ അനുസരിക്കുകയും പെട്ടകത്തിൽ കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ, യാഗം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഹല്ലേലൂയ ഈ യഥാസ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇന്നും നോഹയുടെ പ്രവചനങ്ങൾ നിലനിൽക്കുന്നു. ഹാമിന്റെ സന്തതികളെ ഹല്ലേലൂയ സ്തോത്രം കീഴടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അബ്രഹാമിന്റെ സന്തതി എബ്രായർ ഹല്ലേലൂയ ഇന്നും അവർക്കാണ്. നാം എബ്രായ ലേഖനത്തിലേക്കൊക്കെ പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ന്യായപ്രമാണവും പ്രവാചകന്മാരും പൗരോഹിത്യവും എല്ലാം ഇവർക്കുടെ കയ്യിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിനിടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ ജാതികളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആ അബ്രഹാമിൻ്റെ അവകാശത്തിലേക്കും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്കും വന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മറഞ്ഞു വന്നവർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോഴും നാം പ്രാപിച്ചിരിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്ര വലിയ ഇപ്പോഴും നിലനിൽക്കുന്ന, ഇനിയും നിലനിൽക്കുവാൻ പോകുന്ന ഒരു പ്രവചനം ആ മനുഷ്യൻ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്തതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിയുന്നു. ഞാൻ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടാളിയെ കാണാൻ കഴിയുന്നു, എനിക്ക് എൻ്റെ സന്തതികളെ കാണാൻ കഴിയുന്നു, എനിക്ക് എൻ്റെ ദൈവസഭയിലുള്ളവരെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനകത്ത് വീണ്ടും വീണ്ടും ആ വീഞ്ഞിൻ്റെ ലഹരിയിലേക്ക്, ആ പാപത്തിനകത്തേക്ക് വീണ്ടും വീണ്ടും പോകാതെ
ഹല്ലേലൂയ ഒരു അപ്ഗ്രഡേഷൻ, ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ കാലങ്ങളിൽ അവരാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവചനത്തിൻ്റെ അവസ്ഥയിലേക്ക്, നിലനിൽക്കുന്ന ചില ശുശ്രൂഷകൾ ചെയ്ത് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക്, ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ ആ വ്യക്തി ജീവിതങ്ങളെ എന്നെയൊക്കെ എത്തിക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹല്ലേലൂയ നിമ്രോദിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 25-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ജെനസിസ് ചാപ്റ്റർ 10:25. ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേര്. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഈ കാലം അത്രയും എന്തായിരുന്നു? ഭൂമി എന്ന് പറയുന്നത് ഒരുമിച്ച്, ഹല്ലേലൂയ, ഒരു സ്ഥലത്ത് ഉണങ്ങിയ നിലം കണ്ട് ബാക്കി എല്ലായിടവും സമുദ്രവും ഭൂമി ഒന്നിച്ചുമായിരുന്നു. എന്നാൽ ഈ പേലഗിൻ്റെ കാലത്താണ് കോണ്ടിനെൻസ് ആയിട്ട് ഇത് ഡിവൈഡഡ് ആയി പോയത്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും ഇവരുടെ ഇപ്പം ഇൻഡോ ആഫ്രിക്കൻസ്, ജാഫത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം എങ്ങനെ കടൽ കടന്ന് ഇന്ത്യയിലെത്തിയോ, ഹല്ലേലൂയ സ്തോത്രം, യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയോ എന്നൊക്കെ നാം ചിന്തിക്കും. ഇവരെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത്, ഹല്ലേലൂയ, പേലഗിൻ്റെ കാലത്താണ് ഇവർ പറയുന്ന ബിഗ് ബാങ് തിയറി ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ കാലത്താണ് ഈ ഭൂഖണ്ഡങ്ങൾ പിരിഞ്ഞു മാറുന്നത്. അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവർ, ഹല്ലേലൂയ സ്തോത്രം, ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം അങ്ങനെ തെന്നി മാറി അങ്ങ് ആ ഭാഗത്ത് ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് ചെന്ന് നിൽക്കുമ്പോൾ ആ ദേശത്ത് അന്ന് വസിച്ചു കൊണ്ടിരുന്നവർ, ഹല്ലേലൂയ, യാഫത്തിൻ്റെ ഈ സന്തതി അല്ലെങ്കിൽ ഈ ഹാമിൻ്റെ ഈ സന്തതികളായിരിക്കാം. ഹല്ലേലൂയ, അവർ ആഫ്രിക്കയിലായിപ്പോയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ ഭൂമി ഡിവൈഡഡായി കോണ്ടിനെൻസ് ആയിട്ട് മാറിയതും. ഹല്ലേലൂയ, അവിടങ്ങളിൽ ഈ ജാതികളെല്ലാം ആക്കപ്പെട്ടതും എന്നുള്ളത്. ഇനിയും ഈ അധ്യായം ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 147-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. Psalms 147:3-4. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ബന്ധവും ഇല്ലാത്ത 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. തൊട്ട് താഴത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. അപ്പോൾ ഓർക്കുക, ഈ അധ്യായത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സകല രാഷ്ട്രങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ദൈവത്തിനുണ്ട്. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം സകല രാഷ്ട്രങ്ങളുടെയും കാര്യങ്ങൾ, ഇൻഡോ യൂറോപ്യൻസ് ജനിക്കുന്നു, അവരെ എല്ലാവരെയും കൂടെ ഭൂമി പിളരുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. പേർഷ്യൻസ് ജനിക്കുന്നു, അവരെ എല്ലാവരെയും കൂടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഹല്ലേലൂയ, മാറ്റി നിർത്തുന്നു. ആഫ്രിക്കൻസിനെ എല്ലാവരെയും കൂടെ ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് മാറ്റി നിർത്തുന്നു. എന്തൊരു കൺട്രോളാണ്! ഈ ഭൂമി അങ്ങനെ പിരിയുമ്പോൾ പോലും അതുപോലും നിങ്ങൾ ഈ ഇതിൻ്റെ ഭൂഖണ്ഡത്തിൻ്റെ പടം കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ വെട്ടിമുറിച്ചതുപോലെയല്ല, ഇങ്ങനെ വളരെ അതിൻ്റെ അതിരുകളൊക്കെ വളരെ സിഗ്സാഗായിട്ടൊക്കെയാണ് പോകുന്നത്. അതുപോലും ഹല്ലേലൂയ സ്തോത്രം
അത് പിരിഞ്ഞു പോയതുപോലും തമ്പുരാന്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ് നടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതേ സമയത്ത് തന്നെ ഹീ ഈസ് ദ ഗോഡ് ഓഫ് ദ നേച്ചർ, ഹീ ഈസ് ദ ഗോഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഹല്ലേലൂയ, ഹീ ഈസ് ദ ഗോഡ് ഓഫ് ദ മിൽക്കി വേ. ഹല്ലേലൂയ, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന, ആ നക്ഷത്രങ്ങളെ പുറപ്പെടുവിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ എണ്ണം നോക്കുന്ന ഒരു ദൈവം. അപ്പോൾ എത്ര വലിയൊരു ദൈവമാണ്! ഈ ഭൂഖണ്ഡങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന, നക്ഷത്രങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ആകാശഗോളങ്ങളെ നിയന്ത്രിക്കുന്ന ആ ദൈവത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഹൃദയം മുറിഞ്ഞാൽ മുറികെട്ടാൻ എൻ്റെ ദൈവം വരും. സ്തോത്രം. ഒരു രാജാവിനെ നമ്മളൊരു രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ജീവിച്ചാൽ, ഹല്ലേലൂയ, ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ പോലും ആ രാജാവിനെ നമ്മൾ നേരിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? അദ്ദേഹത്തെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് നേരിട്ട് കാണാനോ സംസാരിക്കാനോ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവം, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ദൈവം, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന, അതിനെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്ന, ഭൂമിയിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ വഹിക്കുന്ന, ഹല്ലേലൂയ, ഭൂമിയിലെ പൊടിയെ നാഴിക്കകത്ത് കൊള്ളിക്കുന്ന, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, കുന്നുകളെ വെള്ളിക്കോൽ കൊണ്ട് അളക്കുന്ന, പർവ്വതങ്ങളെ വെള്ളിത്തുലാസിൽ തൂക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്ന, ഹല്ലേലൂയ, സകലതിൻ്റെയും മേൽ നിയന്ത്രണമുള്ള, സകലതിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ദൈവം, ഹല്ലേലൂയ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലുള്ള ഈ ഭൂമിയിൽ, ആ ഭൂമിയിൽ ആരാലും അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത്, ഹല്ലേലൂയ, അധരത്തിൽ നിന്നൊന്നും പുറത്തു വരാതെ അകത്തെ വേദന, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. ആരും കാണാത്ത മനസ്സിൻ്റെ മുറിവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പുറമേ എങ്ങുമുള്ളതല്ല, അകത്തളത്തിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, മുറിയുന്ന മുറിവ്, ഹല്ലേലൂയ, അത് കണ്ട് ഇറങ്ങി വന്ന് അടുത്തു വന്നിരുന്ന് അതിനെ കെട്ടി സൗഖ്യമാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ, ഇത്ര മഹാനായ, ഇത്ര ദയാലുവായ, ഹല്ലേലൂയ, ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. ഭൂമിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തെയും താൻ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിനൊപ്പം, പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ എന്നെ വ്യക്തിപരമായി അറിയുന്നു. ഇത്ര മഹാനായിട്ടുള്ള ഒരു ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അവൻ എൻ്റെ പിതാവാണെന്ന്, ഇത്ര മഹാനായിട്ടുള്ള ഒരു ദൈവം എൻ്റെ ആത്മമണവാളനാണെന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം സന്തോഷിക്കാൻ കഴിയും. ആ ഒരറിവ് നമ്മുടെ ഉള്ളിൽ പകരുന്ന ഒരു ധൈര്യമുണ്ട്. God is in control of my life. ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ സാഹചര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൻ്റെ മുറിവ് കെട്ടുവാൻ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂഖണ്ഡങ്ങൾ പിരിഞ്ഞു പോയത് അവൻ്റെ അറിവോടെയാ. ആ പിരിഞ്ഞതും
വ്യക്തമായും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്തേലും പിരിഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ടോ? സെപ്പറേറ്റഡ് ആയതുപോലെ തോന്നുന്നുണ്ടോ? കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതുപോലെ, മടക്കി പിടിക്കാൻ കഴിയാത്തതുപോലെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ്, എൻ്റെ ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ്, എൻ്റെ ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്നുള്ളത് ഓർക്കുക. അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.